കോഴിക്കോട്ടേക്ക് വരാം. വടക്കൻ കേരളത്തിൽ ഇന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും കൂടി അറിയണം. ഷബീർ ഒമർ വിശദവിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. ഷബീർ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കാര്യമായ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഏതെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകളുടെ തുടർചലനങ്ങൾ നമ്മൾ ഇന്ന് മലബാറിൽ ജില്ലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നടക്കാനുണ്ട്? സൈഫുദ്ദീൻ, കോഴിക്കോട്ടേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണമായത് ഈ മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്തിരുന്ന കരാറുകാർ ഈ വിതരണം നിർത്തിയതാണ് ഈ ക്ഷാമത്തിന് കാരണം. അവശ്യ മരുന്നുകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മരുന്നുകൾ, ക്യാൻസർ, പ്രമേഹം ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമല്ല. മെഡിക്കൽ കോളേജിലെ നീതി സ്റ്റോറിൽ, അതായത് സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന, ഒപ്പം തന്നെ സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതി അടക്കം ഉൾപ്പെട്ട രോഗികൾ ആശ്രയിച്ചിരുന്ന മരുന്നുകൾ ലഭ്യമല്ല. ഒപ്പം തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ കൂടി ഈ ഇനത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിതരണക്കാർ നിർത്താൻ കാരണമായി പറയുന്നത് അവർക്ക് 9 മാസത്തെ വിതരണത്തിന്റെ കുടിശ്ശിക നൽകാനുണ്ട്. ഏതാണ്ട് 80 കോടിയോളം രൂപയാണ് മൊത്തം വിതരണക്കാർക്ക് ഈ ഇനത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകാനുള്ളത്. അപ്പോൾ നേരത്തെയുള്ള കരാർ പ്രകാരം ഈ മരുന്ന് വിതരണക്കാരും മെഡിക്കൽ കോളേജ് വികസന സമിതിയും തമ്മിലുള്ള കരാർ പ്രകാരം 3 മാസത്തിലൊരിക്കൽ പണം നൽകും. ഈ മരുന്ന് വിതരണം നടത്തിയതിനുള്ള പണം നൽകുമെന്നായിരുന്നു കരാറ്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള തുക അനുവദിച്ചിട്ടില്ല എന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അവർ വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ഷാമം നേരിടുന്നു. ഒപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. OP ബ്ലോക്കിന് മുന്നിൽ ഈ മാർച്ച് പോലീസ് തടഞ്ഞു. ഇന്നിപ്പോൾ കോൺഗ്രസ് കൂടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. മരുന്ന് വിതരണം വേഗത്തിൽ സാധാരണ നിലയിലാക്കണമെന്നാണ് ഈ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് വടക്കൻ കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സമസ്തയുടെ ചില നേതാക്കൾ പത്രസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സമസ്ത ലീഗ് ഭിന്നത, അല്ലെങ്കിൽ സമസ്തയിലെ തന്നെ ചേരിപ്പോര് അത് രമ്യമായി പരിഹരിക്കാനുള്ള കളമൊരുങ്ങുന്ന സൂചനയാണ് ഒരു വിഭാഗം നേതാക്കളുടെ പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. CPM അനുകൂല വിഭാഗം, അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ വിഭാഗമാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇക്കാര്യത്തിൽ ചില നിലപാട് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗുമായുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവർ തന്നെ അത് പറഞ്ഞതാണ്. ഇന്നലെ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമായും ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ച. ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരമാണ് ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ഈ കൂടിക്കാഴ്ച നീണ്ടത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഈ സമീപകാലത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ എന്നോണം പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഈ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കവും ഒപ്പം തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവുമാണ് വിവാദമാകുന്ന ചില പ്രസ്താവനകൾ നടത്തിയത്. നേരത്തെ ഉമർ ഫൈസി മുക്കം കാസി നിയമനവുമായി ബന്ധപ്പെട്ട്, കാസിയുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി. ഒപ്പം അതിനുശേഷമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഭാഗത്ത് നിന്ന് ഇതര സമുദായത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ പരോക്ഷ വിമർശനം എന്ന നിലയ്ക്ക് ഒരു വിമർശനം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഈ സമീപകാലത്തെ വിവാദങ്ങളിൽ ഒരു പരസ്യ പ്രതികരണം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരോക്ഷ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന പരിപാടിയിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചത്. അതിനുശേഷമാണ് ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരമൊരു കൂടിക്കാഴ്ചയും പ്രശ്നപരിഹാര ശ്രമവും ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാം, മലപ്പുറത്ത് സമസ്തയിലെ ഇരുവിഭാഗം നേതാക്കളെയും, അതായത് ചേരിപ്പോരിൽ മുന്നിൽ നിൽക്കുന്ന നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച നടത്താനായിരുന്നു ലീഗ് മുൻകൈയെടുത്തത്. എന്നാൽ അന്ന് വിട്ടുനിന്ന നേതാക്കളാണ് ഇന്നലെ പാണക്കാട് വന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയൊരു പരസ്യ പ്രതികരണം ഉണ്ടാകില്ലെങ്കിൽ, ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എങ്കിൽ കൂടി ഈ പ്രശ്നപരിഹാര ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിർണായകമായ അപ്ഡേറ്റിന് സാധ്യതയുണ്ട് എന്ന് കൂടി ഷബീർ പറയുകയാണ്.